നമ്മൾ സാലിഹീങ്ങളെ സ്നേഹിക്കണം, സാലിഹീങ്ങളുമായി ബന്ധപ്പെടണം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാകണം, സാലിഹീങ്ങളെ ഓർമ്മിക്കുന്നവരാകണം, അവരെ പിന്തുടർന്ന് ജീവിക്കുന്നവനാകണം. പക്ഷേ ആരെയും പരസ്യമായി ആക്ഷേപിക്കരുത്, പരസ്യമായി ഒരാളെയും ആക്ഷേപിക്കരുത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പാടി തഖമ്മദിനി ബിനുസ്ഹിക ഫിൻഫിറാദി വജന്നിബിനി നസീഹത ഫിൽ ജമാഅ. നീ എന്നോട് ഉപദേശം നൽകുമ്പോ, എന്റെ ഗുണകാംക്ഷിയായി പറയുമ്പോ എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് പറയണം. നീ സമൂഹത്തിനിടയിലിട്ട് എന്നെ വഷളാക്കാൻ പാടില്ല. ജനങ്ങൾക്കിടയിലിട്ട് എന്നെ ചോദ്യം ചെയ്യുമ്പോ അതെന്നെ ആക്ഷേപിക്കുന്ന ശൈലിയാണ്. എനിക്കത് കേൾക്കാൻ ഇഷ്ടമില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ശ്രദ്ധിക്കണം, അതുപോലെ കാരണവന്മാര് ശ്രദ്ധിക്കണം, അതേപോലെ ഗുരുനാഥന്മാര് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ശാഫി ഇമാം തങ്ങൾ പറയാണ്, നീ പരസ്യമായി ആക്ഷേപിക്കുന്നതിന് പകരം എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് ഉപദേശിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നീ അത് സ്വീകരിക്കുന്നില്ലെങ്കിലോ, നീ അത് അംഗീകരിക്കുന്നില്ലെങ്കിലോ നീ പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ലെങ്കിൽ നിനക്കെന്നോട് വിഷമം വേണ്ട. നീ ഗുണം ഉദ്ദേശിച്ചാണോ പറയുന്നത്, എന്നാൽ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചുപദേശിക്കണം. അതുകൊണ്ട് നമ്മള് പരസ്യമായ വിമർശനങ്ങൾ, ചോദ്യം ചെയ്യലുകൾ, അതിലൂടെ ആളുകളെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല. ആളുകളെ നന്നാക്കിയെടുക്കാൻ ആവശ്യം വ്യക്തിപരമായി ഉപദേശിക്കണം. മക്കൾ തന്നെയാണെങ്കിൽ ആ മക്കളെ പരസ്യമായി ജനങ്ങളുടെ ഇടയിൽ വഷളാക്കി നമ്മൾ പറഞ്ഞാൽ ആ മക്കൾ ചിലപ്പോൾ നന്നാവൂല. അതിന് പകരം ഒറ്റയ്ക്ക് വിളിച്ചു, മോനെ ഇങ്ങനല്ലല്ലോ എന്റെ ബാപ്പ ഉണ്ടായിരുന്നത്, നിന്റെ കുടുംബം ഉണ്ടായിരുന്നത്, ഇങ്ങനല്ലല്ലോ നമ്മൾ ആലിമീങ്ങളൊന്നും പറഞ്ഞത്, നമുക്ക് മരിക്കണ്ടേ, ഞാനും മരിക്കും നീയും മരിക്കൂലേ. നല്ല ഉപദേശം ഉമ്മമാര് ചെയ്തു നോക്ക്. ചെറുപ്പക്കാരൊക്കെ ഒരുപാട് വഴിക്ക് വരും. നല്ല സ്നേഹിച്ചുകൊണ്ടുള്ള ഉപദേശം, സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഉപദേശം. നേരെ മറിച്ച് നമ്മൾ വളരെ ഗൌരവത്തോടുകൂടെ ശകാരിക്കുന്ന ശൈലിയിൽ പറഞ്ഞാൽ ഉപകാരം കുറയും, ഫലം കുറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നിലനിർത്തി തീർമാറാകട്ടെ. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് തരണം റഹ്മാനെ.